നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഒ പി ടിക്കറ്റ് പരിശോധിക്കുന്നത്. ടോക്സിക് റിലേഷൻഷിപ്പ്, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി, ഇതൊക്കെ നമ്മൾ ധാരാളമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എത്രമാത്രം കോംപ്ലിക്കേഷൻ ഈ സ്വഭാവ വൈകല്യമുള്ള ആളുകൾ നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. എത്ര പേർക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, എത്ര പേർക്ക് അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അത് തിരിച്ചറിയാൻ കഴിയുക, ഓവർകം ചെയ്യാൻ കഴിയുക എന്നതിനൊക്കെ നമുക്കൊരു സഹായം, വിദഗ്ധ സഹായം ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ഇതിൽ പെട്ടുഴലുന്നവരുണ്ടാവാം, ഓവർകം ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ കൃത്യമായിട്ട് തന്നെ അറിയണം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്തരം പേഴ്സണാലിറ്റി ഉള്ള ആളുകളുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യാം, ഇതിന്ന് പുറത്ത് കടക്കുക എന്നൊക്കെയാണ്. അപ്പോൾ പലരുടെയും സംശയമാണ്, ഇതൊരു സ്വഭാവ വൈകല്യമാണോ അതോ തലച്ചോറിലെ വല്ല വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണോ? അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതിനെ മറികടക്കാൻ തെറപ്പി മതിയാവുമോ അതോ വല്ല മെഡിസിൻ എടുക്കണോ? അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ഈ സംശയങ്ങളൊക്കെ എപ്പോഴും വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് നല്ലത്. എന്തായാലും ഇന്ന് അത്തരം ഒരു ഉദ്യമത്തിലേക്കാണ് ഒ പി ടിക്കറ്റ് കടക്കുന്നത്. നമുക്കിപ്പോൾ ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഹെന്ന അയൂബ്, അപ്പം സൈക്കോ തെറാപ്പിസ്റ്റ് മുഹമ്മദ് സുഹൈൽ എന്നിവരാണ്. രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. അപ്പോൾ മാം, ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിന്നിപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ നമുക്കറിയാം ആളുകൾ അത് അവിടെയും ഇവിടെയും ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ വെരി ടോക്സിക് ആണ്, ദ സിറ്റുവേഷൻ ഇസ് വെരി ടോക്സിക് അല്ലെങ്കിൽ ഹീസ് ടോക്സിക്, നാർസിസിസ്റ്റ്, അങ്ങനെ വളരെ കാഷ്വലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം മനുഷ്യരുടെ സ്വഭാവം, അതിനകത്ത് സ്വാർത്ഥതയെ പോലും നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ നാർസിസം അല്ലെങ്കിൽ ഈ ടോക്സിസിറ്റി എന്നതിനൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ ഉണ്ടോ? അതെ, കൃത്യമായിട്ട് ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളതിന്, അല്ലെങ്കിൽ നാർസിസ്റ്റിക് ട്രെയ്റ്റ്സ് എന്താണെന്നുള്ളതിനൊക്കെ കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസും അതേപോലെ എന്താ പറയുന്നത് ഡെഫിനിഷനുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ വേണ്ട സ്ഥലത്തും ആവശ്യമില്ലാത്ത സ്ഥലത്തും ഇത് ഉപയോഗിച്ച് വരുന്നത് കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള സെൽഫ് ലവ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കൂടുതലുള്ള ആളുകളാണെങ്കിലോ ഒരു ഈഗോ ഉള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ തുടങ്ങി. ഇവർ നാർസിസ്റ്റിക് ആണ് അല്ലെങ്കിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. ടോക്സിസിറ്റി എന്നുള്ളത് ഓക്കെ, ഈവൻ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതാണ്. ടോക്സിക് ആണ്, ഈ ഒരു അൺഹെൽത്തി ബിഹേവിയർ നമുക്ക് ടോക്സിസിറ്റി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ ഈ ഒരു ഡിസോർഡറിലേക്കൊക്കെ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം ട്രെയ്റ്റ്സ്, നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്കിത് ഡയഗ്നോസിസിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്മൾ നോക്കുന്നത് ഇപ്പോൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് സംഭവിക്കുന്നുണ്ട്, ഈ ഒരു പാറ്റേൺ റിപ്പീറ്റഡ് ആയിട്ടാണോ വരുന്നത്, എത്ര ഡ്യൂറേഷനായിട്ട് കണ്ടുവരുന്നുണ്ട്, അതേപോലെ എത്ര ഇൻറ്റൻസ് ആണ്, എന്ത് ഇമ്പാക്റ്റാണിത് കൂടെയുള്ളവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്നത്, അവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളെയും ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്കൊരു ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡോക്ടർ, യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു സ്വഭാവ വൈകല്യമായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ടോ? അതിന് അങ്ങനെ ആ രീതിയിൽ ആ ഒരു സ്വഭാവ വൈകല്യം എന്നുള്ള രീതിയിലാണോ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്? ഒരു തെറപ്പി അങ്ങനെ മാത്രമാണോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റികൾ കുറേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ലക്ഷണങ്ങളൊക്കെ കാണിക്കുമോ അവരുടെ സ്വഭാവത്തിലൊക്കെ? തീർച്ചയായും സ്വഭാവ വൈകല്യം എന്നതിനേക്കാൾ ഉപരി ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയുണ്ട്. സ്വഭാവ വൈകല്യം അല്ലെങ്കിൽ ബിഹേവിയറൽ കൺസേണിനെക്കാളും ഉപരി ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിനൊരു പ്രത്യേക ക്രൈറ്റീരിയാസും പറയുന്നത് ഒരു 9ഓളം സിംറ്റംസ് തന്നെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് പറയാം, 1-2 പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഗ്രാൻഡിയോസിറ്റി ഉള്ള ആൾക്കാർ, ഭയങ്കരമായിട്ട് സെൽഫ് ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് എൻടൈറ്റിൽമെൻറ്റ്, എല്ലാം നമ്മൾ സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു എൻടൈറ്റിൽമെൻറ്റ് ഫീലിംഗ് ആയിട്ടുള്ളവരുണ്ടാവും. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് അക്കൗണ്ടബിലിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞ ആൾക്കാരുണ്ടാവാം. അപ്പോൾ അത്തരത്തിലൊരു 9ഓളം വരുന്ന സിംറ്റംസൊക്കെ കൂടി ആ 9 സിംറ്റംസിൽ നിന്ന് മിനിമം 5 എണ്ണമെങ്കിലും, നേരത്തെ ഹന്ന പറഞ്ഞത് മാതിരി കുറച്ച് സമയമെങ്കിലും കുറച്ച് കാലമെങ്കിലും അത് വ്യത്യസ്ത റിലേഷൻഷിപ്പ്, പേഴ്സണൽ റിലേഷൻഷിപ്പ് ആവാം, ഓഫീസിലുള്ള റിലേഷൻഷിപ്പ് ആവാം, മറ്റുള്ള റിലേഷൻഷിപ്പുകളിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് അതിന് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള സ്കെയില് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുപരി നാർസിസ്റ്റിക് ട്രെയ്റ്റ്സ് നമ്മളെല്ലാവരിലും ഏറിയും കുറഞ്ഞൊക്കെ ഉണ്ടാവാം. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നാർസിസം, ഒരു ഹെൽത്തി എമൗണ്ട് ഓഫ് നാർസിസം നമ്മളെല്ലാവരിലും ഉണ്ടാവും. അതിനൊരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. മാം, നമുക്കറിയാം ഈ റിലേഷൻഷിപ്പുകളുടെ തുടക്കത്തിലൊക്കെ നമുക്കത് തിരിച്ചറിയാൻ വലിയ പ്രയാസമായിരിക്കണം. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ ആദ്യം പറയും പ്രേമത്തിന് കണ്ടും മൂക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ അത് പ്രേമമാണെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ വരുമ്പോഴും അത്തരം പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ തിരിച്ചറിയാനൊന്നും പറ്റില്ല അല്ലേ? അങ്ങനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഏതൊരാൾക്കാണെങ്കിലും ആ ഒരു ഹണിമൂൺ ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആ ഹണിമൂൺ ഫേസിൽ വരുന്ന എക്സൈറ്റ്മെന്റിനെ നാർസിസ്റ്റിക് അങ്ങനെ ലവ് ബോംബിങ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്
കോമൺ ആയി കാണുന്ന എക്സൈറ്റ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ പോയി അവിടെ എത്താനാണോ എന്നുള്ളത് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു ഹണിമൂൺ ഫേസിലുള്ള ആളാണെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് കാണിക്കും, ലവ് കൊടുക്കും, അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്താ പറയുന്നത് കെയർ ചെയ്യും എന്നുള്ളത് ഒരു കോമൺ പാറ്റേൺ ആണ്. അപ്പോൾ പെട്ടെന്ന് തുടക്കകാലത്തിൽ തന്നെ നമുക്കൊരു റിലേഷൻഷിപ്പിൽ ഇത് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ കുറേ മുന്നോട്ട് വന്ന് തിരിച്ചാലോചിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് എന്താ പറയുന്നത് ചിന്തിക്കുന്നൊക്കെ ഉണ്ടാവുക. തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നതും കൂടെ പ്രധാനമാണ് അല്ലേ? കാരണം നമ്മളെങ്ങനെ അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്താ പറയുന്നത് ഇപ്പോൾ ഒരു 10 പേരെ എടുത്തിട്ട് ഇത്ര ആക്കുണ്ടോയെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ഫീച്ചറൊന്നും അല്ല. കാരണം അവർ അത്രയും നന്നായിട്ടായിരിക്കും എല്ലാവരുടെ അടുത്തും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അത് നമ്മളുടെ അടുത്താണെങ്കിലും പിന്നെ ചുറ്റുള്ളവരുടെ അടുത്തിലൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയുന്നത് നല്ല അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉള്ള വർക്ക് പ്ലേസിലാണെങ്കിലും നന്നായിരിക്കുന്ന ആൾക്കാരിലൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ ഈ ഡിസോർഡറൊക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് വരുന്നുണ്ടാവുക. അപ്പോൾ അവർ ആ റിലേഷൻഷിപ്പിൽ കാണിക്കുന്ന കാര്യങ്ങൾ എന്താ പറയുന്നത് അവരുടെ ഒരു ബിഹേവിയറൽ പാറ്റേൺ എന്താ പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു പാറ്റേൺ കൊണ്ടുപോകുന്നുള്ള സമയത്തൊക്കെയാണ് ഇത് ബുദ്ധിമുട്ടായി വരുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരു ഒറ്റ നോട്ടത്തിലോ അല്ലെങ്കിൽ കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്തോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരല്ല ഈ ഒരു ഡിസോർഡർ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു റിലേഷൻഷിപ്പിന് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും, അതിനകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നാച്ചുറലാണ്. പക്ഷേ ചില ആളുകൾ അതിന് അമിതമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുക, റിപ്പീറ്റഡ് ആയിട്ട് പല ത്രെട്ട് എടുക്കുക, അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളിലും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ ഭാഗമാണോ? വ്യക്തിബന്ധങ്ങൾക്കകത്ത് ബുദ്ധിമുട്ടുണ്ടാകുമ്പം അത് ആത്മഹത്യ ഭീഷണി വഴി അല്ലെങ്കിൽ മറ്റ് സെൽഫ് ഹാം വഴി കാണിക്കുവാണെങ്കിൽ അത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. എന്നാൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കൽ സ്വാഭാവികം. അത് ചിലപ്പോൾ അപ്പോഴുള്ളൊരു ഇമോഷണൽ ഡിസ്ട്രെസ് അല്ലെങ്കിൽ ആ പെയിൻ മുഖേന കാണിക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ആ സമയത്തുണ്ടായ റിജക്ഷനോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഉണ്ടായ അല്ലെങ്കിൽ ആ വേദനയോ സഹിക്കാൻ പറ്റാതെയും സൂയിസൈഡ് ടെൻഡൻസീസ് കാണിക്കാം. അല്ലെങ്കിൽ സ്ലൈറ്റായിട്ട് ഒരു ഡിപ്രസീവ് മോഡൊക്കെ ഉള്ള ആളാണെങ്കിൽ അയാളും സൂയിസൈഡ് ടെൻഡൻസീസ് കാണിക്കാം. അപ്പോൾ അത് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ ഒരു മാനിഫെസ്റ്റേഷനായിട്ട് മാത്രം കണക്കാക്കാൻ പറ്റില്ല. മറ്റു പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ കൺസേൺസും പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡിപ്രഷൻ്റെ ഒരു എലമെൻ്റ് കൺസേൺസ് പരിഗണിച്ചുകൊണ്ട് എന്ന രീതിയിലായിരിക്കും അതിനെ പരിഗണിക്കാൻ പറ്റുക. നമ്മൾ ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കുമ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്യണമെന്ന് കരുതിയിട്ടല്ലല്ലോ ഇത്. കാരണം നമ്മളെ ഒരു ത്രെട്ടിൽ നിർത്തുക, നമ്മളെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പെർസ്വേഡ് ചെയ്യുക എന്നുള്ളതായിരിക്കുമല്ലോ ഇവരുടെ ലക്ഷ്യം. അപ്പോൾ സാധാരണഗതി നമുക്ക് അങ്ങനെ അനുമാനിക്കാൻ പറ്റുമോ ഇത് വെറും ഒരു ത്രെട്ട് മാത്രമാണെന്നുള്ള രീതിയിൽ? ഭയങ്കര ഡിഫിക്കൽട്ട്, എസ്പെഷ്യലി ആത്മഹത്യ ത്രെട്ടിൻ്റെ ഒരു കേസിൽ ചില സമയങ്ങളിൽ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് അതൊരു എമർജൻസി സിറ്റുവേഷനാണ്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അത് എമർജൻസി ആയിട്ട് പരിഗണിക്കേണ്ടതും അതിന് വെറും ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് മാത്രമല്ല നമ്മൾ പരിഗണിക്കുന്നുണ്ടാവും. ആ രീതിയിൽ അതിന് സൂയിസൈഡൽ സേഫ്റ്റി മെഷേഴ്സൊക്കെ പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ട് ആ രീതിയിൽ സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചിട്ടത്. മാം, ഇതിനകത്ത് ചില ആളുകളുണ്ട് എന്തവരുടെ ലൈഫിൽ സംഭവിച്ചാലും നമ്മളെ കൂടെ അതിനകത്തേക്ക് ഉൾപ്പെടുത്തും. നീ കാരണം അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അപ്പം എങ്ങനെ അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാലും അവസാന പഴി നമുക്കൂടെ ഇരിക്കും എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ലൈറ്റിങ് ചെയ്യുക എപ്പോഴും. എല്ലാത്തിനും എൻ്റെ ലൈഫിൽ സംഭവിച്ച എല്ലാ ചീത്ത കാര്യങ്ങൾക്കും നീ കാരണമാവുന്നു, അല്ലെങ്കിൽ നീ കൂടെ അതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അപ്പം നമുക്കും പോകെ ഒരു പക്ഷേ പല ആളുകൾക്കും അയ്യോ ഞാനും അതിന് കാരണമായി എന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാണ് ശരിക്കും മാനേജ് ചെയ്യാൻ പറ്റുക? എല്ലാവരിലും കാണുന്ന ഒരു കാര്യമല്ല ഇപ്പം മാം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അത് എളുപ്പമായിട്ട് ചെയ്യാനും പറ്റുന്നതല്ല. ഒരു കാര്യം നമ്മൾ പറഞ്ഞ് ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്ത് അത്തരം തോന്നിപ്പിക്കണമെങ്കിൽ അത്രയധികം പ്രഷർ ഇപ്പുറത്തുനിന്ന് അവിടെ കിട്ടിയിട്ടുണ്ടാവണം. കാരണം പിന്നെ അവരെത്തുന്ന ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഡൗട്ടാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ശരിക്കും അവർ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണോ, ഇനി ഞാൻ കാരണമാണോ ഇവിടുത്തെ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ ഓൾ ടുഗെദർ നമ്മളെ സെൽഫ് എസ്റ്റീമിനെയാണ് ബാധിക്കുന്നത്. നമുക്ക് ആൻസൈറ്റിനെ ആയിരിക്കും ചിലപ്പം ട്രിഗർ ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ മൂഡിനെ ആയിരിക്കും ബാധിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ കണ്ടേക്കുന്ന ക്ലയൻസൊക്കെ വന്നിട്ട് നമ്മൾ ആദ്യം പറയാം എനിക്ക് ലോ കോൺഫിഡൻസ് ആയി മാം, ഞാൻ പണ്ടുള്ള ഞാനല്ല ഇപ്പം ഉള്ളത്, എൻ്റെ കൊളീഗ്സ് എല്ലാവരും പറയുന്നു നീ ആകെ മാറിപ്പോയി, അല്ലെങ്കിൽ പണ്ട് പഠിച്ച ഫ്രണ്ടിനെ കണ്ടപ്പോൾ പറഞ്ഞു നീ പണ്ടത്തെ പോലെയല്ല, ബിക്കോസ് ദ ചേഞ്ച്. അപ്പോഴാണ് ആൾ റിയലൈസ് ചെയ്യുന്നത് ഞാൻ ലൈഫിൽ ഇത്ര മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോഴും അവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കാരണമാണ്. അപ്പം അവർ ലിറ്ററലി നമ്മളെടുത്ത് പറയും ഇങ്ങനെയൊക്കെയാണ് അയാളെങ്കിലും ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പോൾ പോകെ അവരുടെ പറച്ചിലടക്കം എന്തായി അവർ തെറ്റുകാരായി എന്നുള്ള
രൂപത്തിലേക്കായിരിക്കും കാര്യങ്ങൾ മാറിപ്പോകുന്നുണ്ടാവുക. മാമിന് ഇപ്പം അങ്ങനെ ഒരു കൺസൾട്ടേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എളുപ്പമാണോ? കാര്യം ഇത് നിങ്ങൾ കാരണമല്ല, നിങ്ങളെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തതാണ് എന്ന് അവരെ തന്നെ വിശ്വസിപ്പിക്കാൻ എളുപ്പമാണോ? ഇത് ഡയറക്റ്റ് പറയുന്നത് കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലൊന്നും ആയിരിക്കില്ല അവർ നമ്മളെടുത്ത് വരുന്നുണ്ടാവുക. ഇനിയിപ്പോൾ നമ്മളിപ്പം 10 പ്രാവശ്യം, ഇനിയിപ്പോൾ നമ്മളെന്നല്ല കൂടെയുള്ള ചുറ്റുമുള്ള ഫ്രണ്ട്സ് ഒരു 100 തവണ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും നീ ശരിയുള്ള സ്ഥലത്തല്ല നിൽക്കുന്നത്, ശരിയായ ആൾ കൂടെ അല്ല നിൽക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും വെൻ ദേ ആർ ഇൻ ടു ദാറ്റ് അവർക്ക് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങിപ്പോരാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലായിരിക്കുമല്ലോ അവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ മൊത്തം എന്താ പറയുന്നത് ഒരു സറൗണ്ടിങ്സ് കീപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഇയാളോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം ഉണ്ടാവും. പിന്നെ എന്താ പറയുന്നത് അവർ ആ തുടക്കകാലത്തിൽ അത്രയും നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിട്ടുണ്ടാവും. വി കോൾ ഇറ്റ് ട്രോമ ബോണ്ടിങ്. അപ്പം പിന്നെ അവർക്ക് അതിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോരാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു സെഷൻ കൊണ്ടോ 2 സെഷൻ കൊണ്ടോ നമുക്ക് അവരിലേക്ക് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരിലൊരു ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതൊന്നും പോസിബിൾ ആയിരിക്കില്ല. ഫസ്റ്റ് നമ്മൾ അവരുടെ മൂഡ് കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ്, എത്ര ഇൻറ്റൻസ് ആയിട്ടാണ് അവർ ഇതിലൂടെ ഗോ ത്രൂ ചെയ്യുന്നത്, അവരുടെ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ അവരുടെ സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പം അതൊരു ഘട്ടമായിട്ടായിരിക്കും നമ്മളത് സോൾവ് ചെയ്യുന്നത്. ഇനി അവർക്ക് അത്രയധികം ഒരു ട്രോമയിലൂടെ അവർ പോവുകയാണെങ്കിൽ അതിലൊരു ഡീപ്പ് ട്രോമ ഹീലിംഗ് തന്നെ ചിലപ്പോൾ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ അവരെ മാറ്റി നിർത്തിയിട്ട് വേണ്ടി വരും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരിക. യെസ്. അപ്പോൾ സാർ നമ്മൾ ചില സിഗ്നലുകൾ റിലേഷൻഷിപ്പിൽ കൃത്യമായിട്ട് നിരീക്ഷിക്കണം എന്നാണ് മനസ്സിലാവുന്നത് അല്ലേ? അപ്പോൾ ഇവരിൽ നിന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്കറിയാം. ഒരു റിലേഷൻഷിപ്പിൻ്റെ തുടക്കകാലത്ത് മാം പറഞ്ഞ പോലെ നമുക്ക് അത്ര എളുപ്പമല്ല. പക്ഷേ അങ്ങനെ നമ്മളൊരു ഘട്ടത്തിൽ നമ്മളത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സന്ദർഭങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട്. അതായത് നമുക്കൊരു റെഡ് സിഗ്നൽ കിട്ടുക എവിടെയാണ്? റൈറ്റ്. എസ്പെഷ്യലി ഒരു നാർസിസ്റ്റിക് NPD നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ആളുകളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് എസ്പെഷ്യലി ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലായിട്ട് വരുമ്പോൾ സാധിക്കുന്നത്. ഒന്ന്, ഒരു സെൻസ് ഓഫ് എൻടൈറ്റിൽമെൻറ്റ് അവർ കാണിക്കും. എല്ലാത്തിനും ഞാൻ എന്നുള്ള എന്നോട് പരിഗണിക്കുക എന്നുള്ള എൻടൈറ്റിൽമെൻറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു എക്സാം ഉണ്ട്, നിങ്ങൾ അയാൾ ഡ്രോപ്പ് ചെയ്തു. എക്സാം നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമായി നിങ്ങൾ ക്ലിയർ ചെയ്തു. അയാൾ അത് റിലേഷൻഷിപ്പിനകത്ത് അത് ചിത്രീകരിക്കുക ഞാൻ ഡ്രോപ്പ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളൊരു ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ക്ലിയർ ചെയ്തു. അപ്പോൾ ആ രീതിയിൽ ഒരു എൻടൈറ്റിൽമെൻറ്റ്, എല്ലാ കാര്യത്തിലും സെൻസ് ഓഫ് എൻടൈറ്റിൽമെൻറ്റ്, ഒരു സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. രണ്ടാമതാണ് അക്കൗണ്ടബിലിറ്റി ഇല്ലാതിരിക്കുക എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അവർ വാക്കാൽ ചിലപ്പോൾ സോറി പറഞ്ഞേക്കാം. ബിഹേവിയർ വൈസ് മാറ്റങ്ങൾ ആ തെറ്റ് തിരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ തുടർച്ചയായിട്ട് എൻടൈറ്റിൽമെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അക്കൗണ്ടബിലിറ്റി എടുക്കൽ, ഒരു ഉത്തരവാദിത്തം എടുക്കൽ. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് മുന്നിൽ വന്ന കേസുകളൊക്കെ നോക്കുകയാണെങ്കിൽ അക്കൗണ്ടബിലിറ്റി എടുക്കൽ വളരെ കുറവാണ് അവർ. അതിപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി ആവാം, കുട്ടികളുടെ കാര്യം നോക്കലാവാം, മറ്റ് ഫാമിലിയിലെ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിനകത്ത് മറ്റ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ അക്കൗണ്ടബിലിറ്റി എടുക്കുന്നത് കുറവാണെങ്കിൽ, അത് റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ, ഇതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട എസ്പെഷ്യലി ഇൻ്റർപേഴ്സണൽ. അത് പുറത്തേക്ക് വരുമ്പം ഇത്തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയുടെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലല്ലേ അതിൻ്റെ കാര്യങ്ങളുണ്ടാവും. അതുപോലെ സെൻസ് ഓഫ് എൻടൈറ്റിൽമെൻറ്റ് അവർ പുറത്തേക്ക് അധികം കാണിക്കുന്നുണ്ടാവില്ല. വ്യക്തിബന്ധങ്ങൾ ഭയങ്കര കാണിക്കാനുള്ള സാധ്യതയുണ്ട്. വീടുകളിൽ നമ്മൾ പാരൻസിലും ടോക്സിക് പാരൻസും ഉണ്ടാവാം. അപ്പോൾ ഈ ടോക്സിക് പാരൻസ് ഒക്കെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ചില മാനസികമായ സമ്മർദ്ദങ്ങളുണ്ടല്ലോ. ഒരുപക്ഷെ അവർക്ക് അവരുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് അത് എല്ലാ കാലവും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ വീടുകളിൽ ഉണ്ടാവുന്ന സംഭവങ്ങൾ, അങ്ങനെ ഒരു കേസ് സ്റ്റഡി ഒക്കെ വന്നിട്ടുണ്ടോ താങ്കൾക്ക്? ട്രൂ. നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു ടോക്സിക് ട്രൈറ്റ്സോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ട്രൈറ്റ്സോ ആണ്. വീടുകളിലോട്ട് പോകുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഒരു പാരൻ്റൽ കൾച്ചർ, നമ്മളൊക്കെ വളർന്ന ഒരു പാരൻ്റൽ ജനറേഷൻ കൾച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും മെറ്റേണൽ സൈഡിൽ നിന്നകത്ത് ഒരു വൾണറബിൾ നാർസിസത്തിൻ്റെ സാധ്യതകൾ കൂടുതലായിട്ട് കാണാറുണ്ട്. അതിനൊരു സോഷ്യോ കൾച്ചറൽ ആസ്പെക്റ്റും ഉണ്ട്. കാരണം വേറൊരു നാർസിസ്റ്റിക് എക്സ്റ്റൻഷൻ നമ്മുടെ ഒരു മാതാപിതാക്കൾക്ക് കുറവാണ് പൊതുവെ. ജനറലി അവർക്ക് അവരുടെ കരിയറായിട്ടുള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനുള്ള സാധ്യതകൾ കുറവായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ഫുൾഫിൽമെൻറ്റ് കിട്ടുന്ന കാര്യങ്ങൾ കുറവായിരിക്കും. അപ്പോൾ അവരുടെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളായിരിക്കും, ഒരു നാർസിസ്റ്റിക് എക്സ്റ്റൻഷൻ. അപ്പോൾ ആ രീതിയിൽ അത് കുട്ടികളെ ബാധിക്കാനും കുട്ടികൾക്ക് കുട്ടികളായിട്ട് മാറുന്നതിനുപരി മാതാപിതാക്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കാനും, അതൊരു അഡൾട്ട് ആകുമ്പം പിന്നീട് അങ്ങോട്ട് ഒരു പീപ്പിൾ പ്ലീസിങ് ആയിട്ടും എന്ത് ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു ഗിൽട്ടായിട്ടും സ്വന്തമായിട്ടൊരു സെൽഫ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു തടസ്സമായിട്ടൊക്കെ മാറാനുള്ള സാധ്യതകളുണ്ട്. പാരൻസിൻ്റെ ടോക്സിസിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അധികം പുറത്തേക്ക് എത്തിയിട്ടില്ല. കാരണം കുട്ടികളാരും ഇങ്ങനൊരു ടോക്സിക് ആണെന്ന് പറഞ്ഞിട്ട്, കാര്യം നമ്മുടെ ഒരു കൾച്ചർ അറിയാം, പാരൻസ് എന്ത് ചെയ്താലും അത് കുട്ടികളുടെ നന്മയ്ക്കാണ്.
അല്ലേ? അങ്ങനെ കാണുന്ന ഒരു കൾച്ചറാണ് ഇപ്പോഴും ഉള്ളത്. അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് സ്വമേധയാ ഞാൻ ഇങ്ങനൊരു ടോക്സിസിറ്റി അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിക് പാരൻ്റ് ആണ് എനിക്കുള്ളത് എന്ന് പറയാനൊന്നും പറ്റില്ല എവിടെയും. അപ്പോൾ ഒരു പക്ഷേ അവരിലെ അത് വളർന്നു വരുമ്പോൾ വലിയ രീതിയിലുള്ള അവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റിയും അവരുടെ ബിഹേവിയറിനൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ സൊസൈറ്റി അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. പിന്നെ കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കര ആക്റ്റീവായി. ഈവൻ ഐ ഹാവ് സർപ്രൈസിംഗ്ലി ഈവൻ ഐ ഹാവ് മെസ്സേജസ് ലൈക്ക് മാം എൻ്റെ പാരൻസ് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. മാം എൻ്റെ സിസ്റ്ററിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഞാനിപ്പോൾ ഹോസ്റ്റലിലാണ്, അപ്പോൾ അവൾ ഇപ്പോഴും വീട്ടിൽ പാരൻസ് തമ്മിലുള്ള അടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് ചെയ്ത സമയത്ത് ഇറ്റ് വാസ് വെരി സർപ്രൈസിങ് ഫോർ മീ. കാര്യം കുട്ടികൾ ഇതിനെക്കുറിച്ചിട്ട് അറിയുന്നുണ്ട്, അവെയർ ആവുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താ പറയുന്നത്, രണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ എപ്പോഴും വഴക്കാണ് അല്ലെങ്കിൽ അവർക്ക് ഒത്തുപോകാൻ പ്രയാസമാണെങ്കിൽ ഞാൻ എപ്പോഴും അവരോട് പറയും, നിങ്ങൾ മാറി താമസിച്ചോ. നിങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ഇത് മക്കൾ വിറ്റ്നസ് ചെയ്യുന്നതിനും നല്ലത് ഇവർക്ക് മാറി താമസിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിലൊരു നല്ലൊരു ഡിസിഷനിലേക്കോ പോകുന്നതായിരിക്കും. അപ്പം കുട്ടികൾക്ക് ഇതിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വളരെ ആഴത്തിലായിരിക്കും. കാരണം അവരും അവരുടെ പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ ഫോം ചെയ്ത് വരുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പം അവരുടെ റിലേഷൻഷിപ്പ് പാറ്റേണിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അവർക്കുണ്ടാവുന്ന റിലേഷൻഷിപ്പിലാണെങ്കിലും അവർക്ക് മുന്നോട്ട് നയിക്കുന്ന സമയത്ത് പലതരം വിഷയങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് പാരൻസിൻ്റെ റിലേഷൻഷിപ്പ് എത്ര നന്നായിട്ട് പോകുന്നോ അത്ര നന്നായിട്ട് മക്കളുടെ മെൻ്റൽ ഹെൽത്തിൽ നമുക്ക് നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. യെസ്. അപ്പോൾ ഈ പാരൻസിനെ പോലെ ഇവർ രണ്ടുപേരും ഉള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും അവർക്ക് അതിൽ ഒരു സ്പൗസ് ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ടാവും. അവർക്ക് ഈ പാനിക് അറ്റാക്സ് അങ്ങനെ പല രീതിയിൽ അവരെ മെൻ്റലി സഫർ ചെയ്യും. ഇവരൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? ഓരോത്തിനും ഓരോ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് ഉണ്ട്. പാനിക് അറ്റാക്ക് ഭയങ്കര സിവിയർ ആണെങ്കിൽ നമ്മൾ മെഡിക്കേഷൻ സജസ്റ്റ് ചെയ്യും. പാനിക് അറ്റാക്ക് എക്സ്ക്ലൂസീവ്ലി ചോദിക്കുകയാണെങ്കിൽ അത് ആ രീതിയിലുള്ള റിലാക്സേഷൻ ടെക്നിക്സും പാനിക് അറ്റാക്സ് വരുമ്പോൾ ഒരു ക്രോണിക് ആൻസൈറ്റി ഉണ്ടാകും. ആൻസൈറ്റി വരുവാണെങ്കിൽ ആ രീതിയിൽ ആൻസൈറ്റിയെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കണം. ക്രോണിക് ആയിട്ട് ആൻസൈറ്റി ആണെങ്കിൽ ആദ്യം മെഡിക്കേഷൻ തന്നെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. പിന്നെ പതുക്കെ ആൻസൈറ്റിയുടെ റൂട്ട് എന്താണ്, എന്തുകൊണ്ട് ആൻസൈറ്റി വന്നു, എങ്ങനെ ബെറ്റർ ആയിട്ട് അതിനെ ഡീൽ ചെയ്യാം, ആൻസൈറ്റിയിൽ നിന്ന് കുറച്ചും കൂടി ലിബറേറ്റഡ് ആയിട്ട് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് എങ്ങനെ ജീവിക്കുക എന്നുള്ള ഒരു ഡീപ്പായിട്ടുള്ള തെറാപ്പിയിലൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു. ഡോക്ടർ, ഇതിനകത്ത് ജെൻഡർ ഡിഫറൻസ് ഉണ്ടോ? ആരാണ് കൂടുതലായിട്ട് ഈ ഒരു നാർസിസ്റ്റിക്? പഠനങ്ങൾ പറയുന്നുണ്ട്. പഠനങ്ങൾ പറയുന്നതിൽ കൂടുതലായിട്ട് മെന്നിൻ്റെ കേസിൽ ഒരു നാർസിസ്റ്റിക് ട്രേറ്റ്സ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഫീമെയിൽസിൻ്റെ കേസിൽ നാർസിസ്റ്റിക് ട്രേറ്റ്സ് ഇല്ല എന്ന് പറയുന്നില്ല. റൈറ്റ്. പഠനങ്ങൾ പ്രകാരം പുരുഷന്മാരിൽ കുറച്ചധികം, നമ്മളിപ്പം ലോകത്തുള്ള ലീഡേഴ്സിനൊക്കെ എടുത്ത് നോക്കിയാൽ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ യു ക്യാൻ സീ ദാറ്റ് എത്രമാത്രം നാർസിസ്റ്റിക് ട്രേറ്റ്സ് ഉണ്ട്. സൊസൈറ്റിയിൽ വളരെ ഡോമിനന്റ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് ഭയങ്കര സക്സസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. ഇവർ ഭയങ്കര സക്സസ്ഫുൾ ആവും, ഭയങ്കര ചാമിങ് ആവും. അതോടൊപ്പം ഈ എൻടൈറ്റിൽമെന്റ് ഒക്കെ നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് പല ലീഡേഴ്സിൻ്റെയും കാണാനൊക്കെ സാധിക്കും. അതൊക്കെ മാം നേരത്തെ പറഞ്ഞതുപോലെ ഈ കൺസൾട്ടേഷനൊക്കെ വരുന്ന ആളുകൾ എപ്പോഴും അവരുടെ കുറ്റമായിട്ട് കാണുന്നല്ലോ. ഞാനും കൂടെ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് അവരെന്നോട് ഇങ്ങനെ പെരുമാറിയത് എന്ന രീതിയിലേക്ക് ഇവരാക്കി തീർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്തുകൊണ്ട്? അതായത് ഇവരിങ്ങനെ ഒരു നിരന്തരമായിട്ട് ഇതിനിങ്ങനെ എൻഡോസ് ചെയ്തത് കൊണ്ട് അവർ കൂടെ അങ്ങനെ ആയി മാറുന്നതാണോ? അതെ, ആ മാനിപ്പുലേഷൻ കാരണമാണ്. അവരെങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷനിൽ ഇത് കാര്യങ്ങൾ കൊണ്ടുവരുന്നതെന്നുള്ള രീതിക്കാണ് ഇവരുടെ തോട്ടിൽ എന്ത് വരുന്നത്, ഞാനാണോ തെറ്റുകാരി എന്നുള്ളൊരു സ്റ്റൈലിലേക്ക് അവരുടെ ചിന്തകൾ ആ ഒരു പാറ്റേൺ പോവാൻ കാരണം. അതായത് അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് കുറേ സെഷൻ എടുത്ത്, അതായത് ഇത് നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞാൽ ഒരു തവണ പറഞ്ഞാൽ അവർ വിശ്വസിക്കാൻ എന്തായാലും പോകുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് വല്ല മെഡിക്കേഷൻ്റെ ഒരു സഹായം ആവശ്യം വരുമോ, അതോ തെറപ്പി മാത്രമായിട്ട് കൊണ്ടുപോകും? അതാ പറഞ്ഞത്, അത് നമുക്കൊരു പ്രോട്ടോകോൾ ഉണ്ട്. ഇപ്പം അവർ കടന്നു പോകുന്നത് ഒരു എക്സ്ട്രീം ഡിപ്രഷൻ ഫേസിലോ ആൻസൈറ്റി ഫേസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മെഡിസിൻ കൊടുത്ത് അവരുടെ മൂഡ് ഒന്ന് സ്റ്റേബിൾ ആവുന്ന സമയത്തായിരിക്കും നമ്മൾ തെറാപ്പിയും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ചിലത് കപ്പിൾസ് ആയിട്ട് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. ഒന്നെങ്കിൽ ഭാര്യ നിർബന്ധിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഭർത്താവിൻ്റെ അതിലാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ശരി എന്നുള്ളത് കാണിക്കാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ സെഷനിൽ വരുന്നുണ്ടാവുക. അപ്പം നമുക്ക് ആസ് തെറാപ്പിസ്റ്റ് നമ്മൾ ഒത്തിരി പേരെ ഇതേപോലെ കണ്ടതാണ്, നമ്മളിതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചവരാണ്. നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്താ അവിടെ നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ കൗൺസിലിങ്ങിന് കപ്പിളായിട്ടാണ് ഈ NPD ഉള്ള ആൾക്കാർ വരുന്നതെങ്കിൽ അവരുടെ പ്രൈമറി മോട്ടീവ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ വെച്ചിട്ട് നമ്മളെടുത്ത് പ്രൂവ് ചെയ്യണം. സൈക്കോളജിസ്റ്റും കൂടെ പറയണം എന്ത് ശരിക്കും പ്രശ്നം ഇവരുടെ സൈഡിലാണെന്നുള്ളത്. അപ്പം അതിനെ കൺവിൻസ് ചെയ്യാനാണ് നമുക്ക് ശരിക്കും ബുദ്ധിമുട്ട്. അവരുടെ നമ്മൾ സെഷനിൽ ഇരുത്തി കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കി എടുക്കാനും ഇതിനെ ഡീൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് ശരിക്കും ഇച്ചിരി പാടുള്ള കാര്യം തന്നെയാണ്. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ടൊക്കെ പെരുമാറി ഒരു പക്ഷേ ആ രീതിയിൽ അവളാണ് പ്രശ്നക്കാരി അല്ലെങ്കിൽ അവനാണ് പ്രശ്നക്കാരൻ എന്ന്
കാണിക്കാൻ ശ്രമിക്കാതെ കബളിപ്പിക്കാനുള്ള സാധ്യത അല്ല, ഈവൻ ആസ് തെറാപ്പിസ്റ്റ് നമുക്കും കൺഫ്യൂസിങ് ആവുന്ന രീതിയിൽ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കും. പിന്നെ NPD ഉള്ള ആൾക്കാർ സാറിനും അറിയായിരിക്കും, അവർ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നിപ്പോവും കൂടുതൽ ശരി ഇവരെ സൈഡിലല്ലേ എന്നുള്ളത് പോലും. പിന്നെ നമ്മളത് കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്ത് നമ്മളത് അങ്ങനെ ഡീപ്പായിട്ട് പഠിച്ചത് കാരണം നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സാർ, ഇത് ആരെങ്കിലും, അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വരുന്ന സ്വഭാവവിശേഷങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ആരെങ്കിലും സ്വയം ഞാനൊരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചികിത്സ തേടാനൊക്കെ വന്നിട്ടുണ്ടോ? വളരെ കുറവാണ്, പെർസെൻറ്റേജ് വൈസ് വളരെ കുറവാണ്. അങ്ങനെ NPD ആയിട്ട് ആളുകൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വരില്ല. വരുന്ന ആൾക്കാർ വരുന്നത് ഒരു ഫേസിൽ ഈ NPD ഡിസോർഡർ സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് കഴിഞ്ഞ ഒരു ഡിപ്രഷൻ എപ്പിസോഡ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഡിപ്രഷൻ മുഖേന ചില ആൾക്കാർ അതുപോലെ ട്രീറ്റ്മെൻറ്റ് വരെ ഡിപ്രഷനായിട്ട് ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് പതിയെ അതിൽ NPD ട്രേറ്റ്സ് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ആൻസൈറ്റിയുടെ കേസിലും ഇവർക്ക് ചിലപ്പോൾ ആൻസൈറ്റി ആയിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, ചിലപ്പോൾ അണ്ടർലൈങ് ആയിട്ട് NPD ട്രേറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ. പിന്നെ വല്ല കരിയർ ബ്രേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ല കരിയറിൽ എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ആ രീതിയിൽ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. അല്ലാതെ NPD എന്നുള്ള രീതിയിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഡ്രസ്സ് ചെയ്യണമെന്ന രീതിയിൽ വരൽ വളരെ കുറവാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിവ് ചിലപ്പോൾ ഇവർക്ക് തിരിച്ചറിവ് ഉണ്ടാവും. ദേ നോ ഹൂ ദേ ആർ. ഇറ്റ് ഡിപ്പെൻസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു മാനിപ്പുലേഷനൊക്കെ ഒരു പ്ലാനിങ് വേണം അല്ലേ? അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് അവർക്കറിയില്ലേ ഞാനിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഒരാളെന്ന് അവർക്ക് തിരിച്ചറിയാൻ. ആ രീതിയിലുള്ള തിരിച്ചറിവൊക്കെ ഉണ്ട് അവർക്ക്. ആ രീതിയിൽ തിരിച്ചറിവുള്ളത് കൊണ്ടാണ് നന്നായിട്ട് പ്ലാൻ ചെയ്യാനും നന്നായിട്ട് കുറച്ചും കൂടി ബെറ്ററായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനും അവർക്ക് പറ്റുന്നത്. അപ്പം ആ രീതിയിൽ അവയർനെസ്സിന് ലാക്കൊന്നുമില്ല. അവയർനെസ്സിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു അവർക്കുള്ളത് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അവയർനെസ് ഉണ്ട്, ഞാനിങ്ങനെയാണ് എന്നുള്ള അക്സെപ്റ്റ് ചെയ്യണം. അതിനെ ഡിനൈ ചെയ്തുകൊണ്ടിരിക്കുക. അവയർനെസ് ഇല്ലാത്തത് കൊണ്ടല്ല, അതങ്ങനെയാണെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള, അതുകൊണ്ടാണ് അക്സെപ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മുടെ അടുത്തേക്ക് ട്രീറ്റ്മെൻറ്റ് വരാത്ത, ഇത് ഡിനൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അവർക്കൊരു ഇങ്ങനൊരു മാനിപ്പുലേഷൻ അപ്പുറത്തേക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ അങ്ങ് ട്വിസ്റ്റ് ചെയ്തതിന് അപ്പുറത്തേക്ക് അവർക്കൊരു വയലന്റ് നേച്ചർ ഉണ്ടാവും. ഡിപ്പെൻസ്. അത് നമ്മൾ സിവിയർ ഉണ്ട്, സിവിയർ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലോട്ട് മൈൽഡ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ മൈൽഡിൽ അത്തരത്തിലുള്ള വയലൻസ് ഒക്കെ കാണിക്കാൻ സാധ്യത കുറവാണ്. സിവിയർ ആയിട്ട് വരുമ്പോൾ അഗ്രസീവ് ആയിട്ടുള്ളതും പാരനോയിഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എല്ലാ NPDക്കാരും വയലൻ്റ് ആവണമെന്ന് നിർബന്ധമില്ല. കോവേർട്ടഡ് പുറത്തേക്ക് എക്സ്റ്റേണലായിട്ട് കാണിക്കുന്ന ആൾക്കാർ വയലൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. വൾണറബിൾ ആയിട്ടുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീസ് അങ്ങനെ വയലൻ്റ് ആവാനുള്ള സാധ്യതയില്ല. മാം നേരത്തെ ട്രോമ ബോണ്ടിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഇവരുടെ കൂടെ നിന്ന് നമുക്ക് എത്ര കണ്ട് നമ്മൾ സഫർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ പോലും അവരുമായിട്ടൊരു വല്ലാത്തൊരു ഡീപ്പ് കണക്ഷൻ ട്രോമ ബോണ്ട് ഉണ്ടാക്കിയെടുക്കുക, അതെങ്ങനെയാണ് സാധിക്കുന്നത്? കാരണം ഘട്ടങ്ങളായിട്ടാണ് സംഭവിക്കുന്നത്. ഈ ട്രോമ ബോണ്ടിങ്ങിന് തന്നെ സ്റ്റേജസ് എന്ന് നമ്മൾ പറയും. ഫസ്റ്റ് ഫേസിൽ എന്താ പറയുന്നത്, എൻ്റെ ലൈഫിൽ ഇന്നേ വരെ പിന്നെ ഇതേപോലെ എന്നെ മനസ്സിലാക്കിയ ഒരാളില്ല, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, പിന്നെ നമ്മൾ രണ്ടുപേരും അത്ര നല്ലൊരു കോമ്പിനേഷനാണ്, അത്രയും സ്നേഹം പങ്കിട്ട് എന്താ പറയുന്നത് അവരുടെ ആ ഒരു ഹണിമൂൺ ഫേസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു ഏർലി ഫേസിൽ അവർ അത്ര ബോണ്ടഡ് ആയിട്ടായിരിക്കും അവർ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് പോലും അത്ഭുതം തോന്നും, ഇങ്ങനെ ഇരുന്നവരാണോ പിന്നീട് ഒരു പ്രശ്നത്തിലെത്തിയത് എന്നുള്ളത്. അപ്പം പിന്നെ അവർക്കാണെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ഒരിക്കലും പുറത്തുള്ള ആൾക്കാർ ഇത് അറിയുന്നുണ്ടാവില്ല. ഇവർ തമ്മിൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഫർ ചെയ്യുന്നുണ്ടെങ്കിലും പുറമെ ഭയങ്കര മാന്യന്മാരായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത് വൈഫിനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നതായിട്ട്, അപ്പോൾ അവരത് ഭയങ്കരമായിട്ടും എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മുന്നിലോ കാണിക്കാൻ ശ്രമിക്കും. കാരണം അവർക്ക് എല്ലാവരുടെയും ആ ഒരു അക്സെപ്റ്റൻസിൽ അവർ ഭയങ്കര അധികം ഒരു പ്ലഷർ കാണുന്നുണ്ട്. അവർക്കൊരു നീഡുണ്ട്. അത് അവരെന്ത് ചെയ്യില്ല, പുറമേ അങ്ങനെ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കില്ല. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ആ ഒരു ഫസ്റ്റ് സ്റ്റേജസ് ഓഫ് സ്നേഹമായിരിക്കും കാണിക്കുന്നുണ്ടാവുക. പിന്നെ ആയിരിക്കും ചെറിയ രീതിയിൽ സട്ടിലായിട്ടുള്ള ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നുണ്ടാവുക. ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ലാക്ക് ഓഫ് എമ്പതി എന്ന് പറയുന്നത്. നമ്മളെ കൂടെ ഉള്ള ആൾ എന്ത് ബുദ്ധിമുട്ടാണ് സഹിക്കുന്നതെന്നുള്ളത് ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവരെ ബോധർ ചെയ്യുന്ന കാര്യമായിരിക്കില്ല. ഇപ്പോൾ വൈഫ് കരയാന്നൊക്കെ പറയുന്നത് ഇവരെ സംബന്ധിച്ച് ചിലപ്പം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഞങ്ങളിത് സംസാരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരുന്നൊരു കാര്യമാണ്, ഞങ്ങളിതിനെക്കുറിച്ച് എന്ത് സംസാരിക്കുകയാണെങ്കിലും ആൾക്കാർ പെട്ടെന്ന് പോയിട്ട് ഇതേപോലത്തെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഇത് NPD ആണ്, ഇത് NPD ആണെന്നുള്ളത് പറയുന്നത്. അപ്പോൾ പറയാൻ തന്നെ ഞങ്ങൾക്കും പേടിയായി തുടങ്ങിയൊരു സമയമാണ്. ഇതിൻ്റെ തന്നെ എന്താണ് ഓൾ ടുഗദർ വരുന്നൊരു പാറ്റേൺ മാത്രമേ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുള്ളൂ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത്. ഇതിലെ ചെറിയ ഫീച്ചേഴ്സൊക്കെ നമ്മുടെ എല്ലാവരുടെയും റിലേഷൻഷിപ്പിൽ നടന്നു പോകാറുള്ളതാണ്.
ഇപ്പോൾ ഒരു NPD ഉള്ള ഒരാൾ, ആളുടെ ഒരു പാർട്ട്ണർ NPD ആണെന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴൊക്കെ ഈ പേഴ്സണ് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാവും? പിന്നീട് ഇയാൾക്കത് മാനസികമായിട്ടും ഇങ്ങനെയാണെന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിലും, അതായത് എനിക്കൊരു NPD പേഴ്സണാലിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഫോൾട്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് തിരിച്ചറിയുണ്ടാവുമല്ലോ എൻ്റെ കയ്യിലും ഫോൾട്ട് ഉണ്ടെന്ന്. അപ്പോൾ ആ NPD പേഴ്സണാലിറ്റിക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമോ? NPD പേഴ്സണാലിറ്റിക്കാണ് സർവൈവറിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നല്ലേ? സർവൈവറിന് ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഞാൻ പറയുന്നത് ഈ NPD പേഴ്സണാലിറ്റിക്ക് അങ്ങനെ, അതായത് കൂടെ നിന്ന് എല്ലാത്തിനും കൊണ്ട് ആ ഒരു ട്രോമ ബോണ്ട് രണ്ടുപേർക്കും ഈക്വൽ ആയിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കുമ്പോൾ ഈ NPD പേഴ്സണാലിറ്റി ആളെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരിച്ചറിയുമല്ലോ, ഞാൻ എൻ്റെ ഭാഗത്ത് ചെറിയ ഫോൾട്ട് ഉണ്ടെന്നെങ്കിലും റിയലൈസ് ചെയ്യുമ്പോൾ അത് അയാൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഡെഫിനറ്റ്ലി അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ നാർസിസ്റ്റിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷനല്ലേ പോകുന്നത്, സെർവ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷനാണ് പോകുന്നത്. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ കിട്ടാതാകുമ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻസ്, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ അത് ഡിപ്രസീവ് ഫേസിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അവർ ഈ നീഡ് ഫുൾഫിൽ ചെയ്യുന്നില്ല, കാരണം നീഡ് ഫുൾഫിൽ ചെയ്യുന്ന ആൾ വിട്ടുപോയി. അപ്പോൾ അത് ഫുൾഫിൽ ചെയ്യാനുള്ള അടുത്ത ആൾ ചിലപ്പോൾ തേടുന്നുണ്ടാവാം. ചിലപ്പോൾ അത് കിട്ടാതാവും. അത് ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അത് ചിലപ്പോൾ ആൻസൈറ്റി ആവാം, ചിലപ്പോൾ ഡിപ്രസീവ് സിംറ്റംസ് ഒക്കെ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴാണ് അവർ നമ്മളടുത്ത ട്രീറ്റ്മെൻറ്റ് വരുന്നതും. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പം സൊസൈറ്റിയിൽ ഇവർ ഡിവോഴ്സ് ആവാന്നൊന്നും പറയുന്നത് ഇവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. മനസ്സിലായി, ഭാര്യ എന്നെ വിട്ടുപോയി, ഇയാൾ കാരണമാണ് വിട്ടുപോയി എന്നുള്ള, കാരണം തെറ്റ് എൻ്റെ ഭാഗത്താന്നുള്ളത് അക്കൗണ്ടബിലിറ്റി എടുക്കുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഭയങ്കര എന്താ പറയുന്നത്, ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ട് ഇയാൾ അനുഭവിക്കുന്ന, ഇയാൾ പോവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരെന്ത് ചെയ്യുന്നുണ്ടാവും, തിരിച്ച് കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തും. ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുമ്പോഴും ഓരോ പ്രശ്നത്തിന് ശേഷം ഇവരെന്ത് ചെയ്യും, അത്യാവശ്യം നല്ല സ്നേഹവും കെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ദേ വിൽ മേക്ക് ഷുവർ ദാറ്റ് ദിസ് പേഴ്സൺ ഈസ് നോട്ട് ഗോയിങ് ഫ്രം മൈ ലൈഫ്. കാരണം ഇവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ത്, ഇയാൾ ബേസിക്കലി അവർക്കൊരു എന്താണ് ഫിയർ ഓഫ് അബാൻമെൻറ്റ് ഉണ്ട്. എന്നെ വിട്ടുപോകുമോ എന്നുള്ളൊരു പേടി എന്നുള്ളതാണ് അവരെന്ത് ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിട്ടുപോകാന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് എന്തല്ല അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. യെസ്. അപ്പോൾ ഒരു സർവൈവറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോലും പിന്നെയും ഒരു പക്ഷേ കോൺടാക്ട് ചെയ്യാൻ, ഞാൻ പറഞ്ഞൊരു റിലേഷൻഷിപ്പിലേക്കുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ വീണ്ടും ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറയുന്നു അല്ലേ പുള്ളിക്കാരണം. ആരാണെങ്കിലും അത് അത്ര എളുപ്പമായിട്ട് അങ്ങനെ വിട്ടുപോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അപ്പം ഈ സർവൈവറിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഓവർകം ചെയ്യാന്ന് വെച്ചാൽ, കാരണം നമ്മൾ ചിലപ്പോൾ വിശ്വസിച്ച് പോകും. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് അല്ലെങ്കിൽ ക്ഷമിക്കാം എന്ന് പറയുമ്പോൾ ഒക്കെ നമ്മൾ വീണ്ടും ആ ഒരു ട്രാപ്പിലേക്ക് വീഴാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ പൊതുവേ ഒരു റീലൊക്കെ ഉണ്ടായിരുന്നു, ആനിമൽസ് ഇങ്ങനെ നടന്നു പോവാണ്, അപ്പോൾ ഇയാൾ ഒബ്വിയസ്ലി ഈ കുളത്തിൽ വീഴുന്ന ഉറപ്പാണ് നമുക്ക്, വീണ്ടും ഈ വീണെടുത്തുനിന്ന് പിന്നെയും കയറ്റിക്കൊണ്ടിരുമ്പോൾ പിന്നെയും പോയി അതിൽ വീഴുന്നൊരു പാറ്റേൺ ആണ് ഇവർ കാണിച്ചു കൊടുക്കുക. കാരണം അത്ര അധികം മറ്റേ ആൾക്ക് എന്ത് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്, ഇവരെ തിരിച്ച് ആ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോയി ഇടാനുള്ളൊരു കഴിവുണ്ട്. അപ്പം ഈ സർവൈവേഴ്സ് നമ്മൾ പറയുന്നത്, ഇപ്പം അനുപമയുടെ കേസൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആൾ പ്രോപ്പറായിട്ട് ഹീൽ ചെയ്തതുകൊണ്ട് മാത്രമാണ് ആൾക്ക് ഇത്രയും ക്ലാരിറ്റി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. ആളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പോയി ചോദിക്കുകയാണെങ്കിൽ ഇത്ര ക്ലാരിറ്റിയിലൊന്നും ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഹീലിംഗ് ഫേസ് എന്തായാലും ഡിഫിക്കൽട്ടായിട്ടായിരിക്കും ആൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, കടന്നു വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരാൾ ഇതിൽ നിന്ന് മാറുകയാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പിന്നീട് മുന്നത്തെ ഫോട്ടോസും കാര്യങ്ങളും കൂടുതലായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക. പിന്നെ എക്സ് പാർട്ട്ണറുമായിട്ട് സ്റ്റോക്ക് ചെയ്യാതിരിക്കുന്നത് എപ്പോഴും അവർക്ക് നല്ലതായിരിക്കും. അതിലെ മെമ്മറീസിലേക്ക് കൂടുതൽ പോകാതിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു ഹീലിംഗ് ഫേസ് കൃത്യമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിലാണ് അവർ അതിലേക്ക് പോകാതിരിക്കലേ നമുക്ക് തടയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനകത്തൊക്കെ പുറത്തിറങ്ങുന്ന ആൾക്കാർക്ക് എന്താണ് PTSD ആണോ ഉണ്ടാവുക? അവരെങ്ങനെയാണ് അതിനകത്തേക്ക് ഒരു നോർമൽ അവരുടെ അവസ്ഥയിലേക്ക്, ഇപ്പോൾ പറഞ്ഞു ഈ കേസിലൊക്കെ അവർ ഹീൽ ചെയ്തുകൊണ്ടാണ് അവർക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു വലിയൊരു കാലയളവ് എടുക്കുന്ന ഒരു പ്രോസസ്സാണോ ആ ട്രീറ്റ്മെൻ്റ് ഒക്കെ? ഡിപ്പെൻസ്, റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റി ഡിപ്പെൻസ് ചെയ്തുകൊണ്ടിരിക്കും, എത്ര കാലം ബന്ധത്തിലുണ്ടായിരിക്കുന്നു എന്നൊക്കെ ഡിപ്പെൻസ് ചെയ്തിരിക്കും. എല്ലാവർക്കും PTSD ആവണമെന്ന് നിർബന്ധമില്ല. ചില ആളുകൾക്ക് PTSD അല്ലെങ്കിൽ ആൻസൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. മാം, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ പെട്ടു, അതിപ്പോൾ ഹസ്ബൻഡ് ആവാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവാം, അതെ, എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ അങ്ങനെ പെട്ടു, അപ്പോൾ നമുക്കൊരു പല ആളുകളുടെയും ഒരു സഹനശക്തി പല ലെവലിലാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു മതി, ഇനി ഇത് വേണ്ട, ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് പറയുന്നൊരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ പലതരം ബ്രേക്കിംഗ് പോയിന്റ്സ് ഉണ്ടായവർ വരെ ഉണ്ടാവും. തീരുമാനിച്ചായിരിക്കും നമ്മളെടുത്ത് വരുന്നത് ഇനി ഇത് വേണ്ട എന്നുള്ളത്. പിന്നെ ചിലപ്പോൾ നമ്മൾ അവർ സെഷനിലേ കാണുന്നുണ്ടാവില്ല, പിന്നെ വർഷങ്ങൾക്ക് ശരിക്കും അവർ തിരിച്ചു വരുന്നത് ഐ മീൻ ദ സെയിം
പ്രോബ്ലം അല്ലെങ്കിൽ സെയിം സിറ്റുവേഷൻ എന്നുള്ളത് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതും ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചിരിക്കും. എന്താണ്, ചില ആൾക്കാർ പെട്ടെന്ന് തന്നെ റിയലൈസ് ചെയ്യും ദിസ് ഇസ് നോട്ട് ഗുഡ് ഫോർ മീ ബീയിങ് ഇൻ ദിസ്. കാരണം അവർക്ക് അവയർനെസ് ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നല്ല സപ്പോർട്ടീവ് ഫാമിലി ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ ചില ആൾക്കാർക്ക് അതുകൊണ്ട് എളുപ്പമുണ്ടാവും അതിൽ നിന്ന് പുറത്തേക്ക് വരാമെന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് തിരിച്ചെങ്ങോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ചിട്ട് ക്ലാരിറ്റി ഇല്ല. സ്വന്തം വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പാരൻസിനോട് പോയി പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഡിഫിക്കൽട്ടായിട്ട് പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പം ബേസ്ഡ് ഓൺ ദി പേഴ്സൺസ് സിറ്റുവേഷൻ, അതേപോലെ എന്തൊക്കെ കാര്യങ്ങളുമായിട്ടാണ് ഇവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആൾക്കാർക്ക് ആ ഒരു ബ്രേക്കിംഗ് പോയിന്റ് എപ്പോൾ വരും, അല്ലെങ്കിൽ അതെത്ര ഈസി ആണെന്നുള്ളതൊക്കെ മാറ്റർ ചെയ്യുന്നത്. മാം, ഇപ്പോൾ നമുക്ക് നമ്മൾ 3 പേരിരുന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ് അത് ഇട്ടിട്ട് പോകാം അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കാം എന്നൊക്കെ പറയാം. പക്ഷേ എല്ലാവരുടെയും ജീവിത സാഹചര്യമൊന്നും അതിന് പറ്റിയതായിരിക്കില്ല. പല ആളുകൾക്ക് ഇട്ടിട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിനകത്ത് തന്നെ നിന്ന് മുന്നോട്ട് പോകേണ്ടതായി വരും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാത്ത രീതിയിൽ കുറച്ച് ബൗണ്ടറികൾ അവിടെ വെക്കുക എന്നുള്ളതാണ്. തീർച്ചയായും അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ NPD ഉള്ള ഒരാളെ കൂടെ അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിക് ട്രേറ്റ് ഉള്ള ആളെ കൂടെ ഒരിക്കലും ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല ഫാക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ നിൽക്കുകയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളെപ്പോഴും ചോദിക്കും എന്തുകൊണ്ട് നീ ഇറങ്ങിപ്പോകുന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ട് നീ ഇറങ്ങിപ്പോകുന്നില്ല എന്നുള്ള ചോദ്യം നമുക്ക് മാറ്റിയിട്ട് എന്തൊക്കെയാണ് നിന്നെ ആ റിലേഷൻഷിപ്പിൽ നിർത്താൻ കാരണം എന്നുള്ളത്. അത് അവരെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ അവരെ മക്കളായിരിക്കാം, ചിലപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടാവാം. അപ്പം ചിലപ്പോൾ അവർ തന്നെ തീരുമാനിക്കുന്നുണ്ടാവും ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിലും ഞാൻ ഇവിടെ നിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് അവരുടെ സെൽഫിനോട് തോന്നിയിരിക്കുന്ന ബുദ്ധിമുട്ടെന്നൊന്നും പറയുന്നത് അവർക്ക് വെച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അവരുടെ സെൽഫ് എസ്റ്റീമിൽ വർക്ക് ചെയ്യേണ്ടി വരും, എംപവർമെൻറ്റിൽ വർക്ക് ചെയ്യേണ്ടി വരും. അതേപോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാത്ത ഒരാളെ കൂടെയാണ് അവരുള്ളത്. ബട്ട് സ്റ്റിൽ അവർക്ക് അവിടെ ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളിടത്തിലായിരിക്കും ചിലപ്പം നമ്മൾ അവർക്ക് ഹെൽപ്പ് കൊടുക്കേണ്ടി വരിക. സർ, അതുപോലെ ഈ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ളൊരു വൈകാരിക ചൂഷണം ഉണ്ടല്ലോ, അത് ഒരു മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ ബാധിക്കാം? അത് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒരു മനുഷ്യനെ എനിക്കൊന്ന് വീണ്ടും അവിടുന്ന് റീബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുമോ? തീർച്ചയായും കണ്ടിന്യൂസ് ആയിട്ട് പ്രൊലോങ്ഡ് ആയിട്ട് ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പ് ഉള്ള ആൾക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ബാധിക്കാൻ സാധ്യത. ഫിസിക്കലി മാനിഫെസ്റ്റേഷൻസ് ഒക്കെ പറയുന്നത് ചിലപ്പോൾ ബാക്ക് പെയിൻ ആയിട്ടും ഹെഡ് ഏക്ക് ആയിട്ടും മറ്റ് പല സിംറ്റംസ് ആയിട്ടൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. മെൻ്റലി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻസൈറ്റി ആയിട്ടും ഡിപ്രഷനായിട്ടും ചില ആൾക്കാർക്ക് PTSD ആയിട്ടും ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ കാണാറുണ്ട്. ആൻഡ് ഇതിന് ട്രീറ്റ്മെൻറ്റ് വൈസ് പറയുകയാണെങ്കിലും തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എത്ര കാലമാണോ ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും ഡെപ്ത് എത്രയാണോ അത്രത്തോളം ട്രീറ്റ്മെൻറ്റിന് സമയം, അല്ലെങ്കിൽ അതിൻ്റെ പകുതിയോളം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ട്രീറ്റ്മെൻറ്റ് സമയം എടുക്കുന്ന ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് എന്നത്. നമുക്ക് 1-2 സെഷൻ കൊണ്ട് പെട്ടെന്നുള്ള സെഷൻ കൊണ്ടൊക്കെ റിസോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ഫേസിലോട്ടോ അല്ലെങ്കിൽ ബെറ്റർ ലൈഫിലോട്ടോ കടക്കുക സാധ്യമല്ല എന്നുള്ളത്. വളരെ പതുക്കെ സമയമെടുത്തിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു പ്രോസസ്സും കൂടിയാണ് ട്രീറ്റ്മെൻറ്റ് വൈസ് എന്നാണ്. ഒരു ആൾ ഇങ്ങനൊരു റിലേഷൻഷിപ്പ് നമുക്ക് സർവൈവ് ചെയ്ത് വരുമ്പോൾ പിന്നെ ചുറ്റും കാണുന്നതൊക്കെ വീണ്ടും ഇതൊക്കെ പ്രശ്നത്തിലേക്കാവും, അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ അതൊക്കെ വലിയ തടസ്സമായിരിക്കും. കാരണം ആ ഒരു ഭയം എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളെ വീണ്ടും ഒരു പുതിയ ലൈഫിലേക്കൊക്കെ ഒരു പ്രാപ്തനാക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഡിഫിക്കൽട്ടാണ്. അതെ, അപ്പോൾ ചിലരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ടും ജനറലൈസ് ചെയ്തു പോകും. എല്ലാവരും ഇങ്ങനെയാന്നുള്ള ഒരു കൈൻഡ് ഓഫ് തോട്ടിലേക്കൊക്കെ വരും. പക്ഷെ ഒരു പ്രോപ്പർ ഹീലിംഗ് സംഭവിച്ചെടുത്തിൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സപ്പോർട്ട് എടുത്തിട്ടാണ് അവരിതിൽ നിന്ന് കം ഔട്ട് ചെയ്യുന്നതെങ്കിൽ അത്തരം തോട്ട്സുകൾ ഒരു പരിധിവരെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും എന്തായിരിക്കും അവരുടെ ലൈഫിൽ സംഭവിച്ചത്, എന്തുകൊണ്ട് അതിൽ നിന്ന് പോകുന്നു, എന്തായിരുന്നു അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവർ കൃത്യമായിട്ടൊരു ഹെൽപ്പ് എടുത്തിട്ടാണ് അവർ മുന്നോട്ട് വന്നതെങ്കിൽ അതിനെക്കുറിച്ചിട്ട് നല്ല ധാരണ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഒരു നോർമലായിട്ടുള്ള ഒരാളെക്കാട്ടിലും സ്ട്രോങ്ങർ ആയിരിക്കും ഇതിൽ നിന്ന് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്ത് വന്ന ഒരാൾ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അവർ വളരെ ക്ലാരിറ്റിയിൽ സംസാരിക്കുന്നുണ്ട്. അവർക്ക് അന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവരിപ്പോൾ കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നത് അതൊരു പക്ഷേ അവരൊരു പ്രോപ്പർ ഹീൽ ചെയ്തുകൊണ്ടായിരിക്കും. പ്രോപ്പർ ഹീൽ ചെയ്തുകൊണ്ടാണ്, പ്രോപ്പർ ക്ലാരിറ്റി ഉള്ളത് കൊണ്ടാണെന്നുള്ളതാണ്. എന്ത് സംഭവിച്ചു എന്നുള്ളതും എന്തായിരുന്നു ഞാൻ അനുഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ധാരണ ഉണ്ടെന്നുള്ളതാണ് അവരിത്ര നന്നായിട്ട് സംസാരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും അവർ മെൻ്റലി സ്ട്രോങ് ആവാൻ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക.
ഡോക്ടർ, ഇപ്പോൾ ഞാനൊരു ചോദിക്കുന്ന നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു തുടർച്ചയാണ്. അതായത് നമുക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് തന്നെ കുറേ സെർട്ടൻ സെറ്റ് ഓഫ് ബൗണ്ടറീസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. പറഞ്ഞില്ല, ഡിഫിക്കൽട്ടാണ് അവരുടെ കൂടെ നിന്നിട്ട്. അത് ഇൻറ്റൻസിറ്റി ഓഫ് ദി നമ്മുടെ കൂടെയുള്ള NPD ആയിട്ടുള്ള ആൾ നമുക്ക് തരുന്ന എന്താണ് അൺഹെൽത്തി പാറ്റേൺ എത്രത്തോളം നമ്മളെ ബാധിക്കുന്നുണ്ടെന്നുള്ള ബേസ് ചെയ്തിട്ട് ഓരോരുത്തർക്ക് ഈസി ആയിട്ടും ചില ആൾക്കാർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടും നിന്ന് പോകാൻ ബൗണ്ടറി സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം കുറേ കൂടെ ഇപ്പം സ്ത്രീകൾ ഭയങ്കര അധികം എന്താണ് എംപവേർഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് അവർ ക്യാപ്പബിൾ ആണ്. അതുകൊണ്ട് കുറച്ച് പേർക്കൊക്കെ സാധിക്കുന്നുണ്ട് അതിൽ നന്നായിട്ട് നിന്ന് പോകാൻ. നോട്ട് നെസസറിലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും പുരുഷന്മാരായിക്കൊള്ളണം എന്നില്ല NPD ഉള്ള ആൾക്കാർ. ഫീമെയിൽസിലും നമ്മൾ കാണാറുണ്ട് ഇത്തരം ബിഹേവിയേഴ്സ്. അല്ലെങ്കിൽ പുരുഷന്മാർ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വൈഫിൻ്റെ കൂടെ താമസിക്കുന്നതായിട്ടും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റാതെ അവരും നിൽക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമുക്കൊരു വളരെ കുറച്ച് പ്രതികരണങ്ങൾ കൊടുക്കുക എന്നുള്ളത് എത്ര നല്ലതാണ്. അതായത് എല്ലാ കാര്യങ്ങളും അവർ പറയുന്നത് പോലെ ഒരു ഈക്വൽ റെസ്പോൺസ് അവന് കൊടുക്കാതിരിക്കുക എന്നുള്ളതൊക്കെ ഒരു പക്ഷേ എത്ര കണ്ട് സാധിക്കുമെന്നറിയില്ല. നമ്മൾ കുറെ കൂടെ സ്ട്രോങ്ങർ ആവുന്ന സമയത്ത് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ മോർ ഡിഫിക്കൽട്ടായിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ താഴ്ന്ന് പോകുന്നതായിരിക്കും അവർക്ക് കുറച്ചും കൂടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അതാ കറക്റ്റ് ആ ഒരു ഡിസോർഡർ ട്രേറ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും. സർ, അപ്പോൾ അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ കുറേ കാലമായിട്ട് ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ അനുഭവിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരൊന്ന് നിവർന്നു നിൽക്കാനും ഞാൻ ഇങ്ങനെ പോരാ അല്ലെങ്കിൽ അതിന് രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനോ ചിലപ്പോൾ റെസ്പോൺസ് കൊടുക്കാതിരിക്കാനോ ഒക്കെ വരുമ്പോൾ അപ്പോൾ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ ഒരു അവരുടെ റെസ്പോൺസ് എന്തായിരിക്കും? അവർ വിട്ടുകളയുമോ അതോ ഇല്ല, നിരന്തരം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഹോവറിംഗ് എന്നൊക്കെ പറയാവുന്ന, വീണ്ടും പാച്ചപ്പ് ആവാനും വീണ്ടും ആ റിലേഷൻ സൈക്കിളോട്ട് അവരെ വീഴ്ത്താനുള്ള പല തന്ത്രങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള മാനിപ്പുലേഷൻ അവർ നടത്തിക്കൊണ്ടിരിക്കുക എന്നതാണ്. നേരത്തെ പറഞ്ഞോട് ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനകത്ത് നിന്നുകൊണ്ടും ബെറ്ററായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ലിവ്ഡ് എക്സ്പീരിയൻസ് ഉണ്ട്. പ്രോപ്പറായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അവരുടെ നാർസിസ്റ്റിക് എക്സ്റ്റൻഷൻ നീഡ് എന്തൊക്കെയാണ് അത് പ്രോപ്പറായിട്ട് കട്ട് ഓഫ് ചെയ്തിട്ട് അത് സർവേ ചെയ്യാതെ എങ്ങനെ അതിനകത്ത് ബെറ്ററായിട്ട് നമുക്കൊരു ബെറ്റർ ലൈഫ് ഇനി ഡെവലപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ ആൾക്കാർ ജീവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഒറ്റ സൊല്യൂഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് അതിന് പുറത്ത് കടക്കുക മാത്രമല്ല, അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഏറ്റവും ഉചിതമായ രീതിയിൽ അവനവൻ്റെ കാര്യങ്ങൾ ബെറ്ററായിട്ട് ചെയ്തിട്ട് വെൽബീങ് ബെറ്ററായിട്ട് നോക്കിയിട്ട് മെൻ്റലും ഫിസിക്കലൊക്കെ വെൽബീങ് ബെറ്ററായിട്ട് നോക്കിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ലിവ്ഡ് എക്സ്പീരിയൻസും ഉണ്ട് നമുക്ക്. മാം, ഇപ്പോഴാണ് നമ്മളിതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. ഇതൊക്കെ പണ്ട് കാലം മുതലേ ഈ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഒക്കെ എല്ലാവരിലും ഉണ്ടാവും. അവരും പാരൻസ് ആയിരിക്കും, അവർ കുട്ടികളെ വളർത്തിയിട്ടുണ്ടാവും, അവർ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ വൈഡ്ലി ഇതിങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ട്, അതായത് ആളുകൾ ഇതിനെപ്പറ്റി അവെയർ ആയതുകൊണ്ടാണ് അത് ചർച്ചപ്പെടുന്നത്. പക്ഷെ അന്നൊക്കെയുള്ള ആളുകൾക്ക് എന്ത് സംഭവിച്ചു കാണും? ഒന്ന് പാട്രിയാർക്കി ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പാറ്റേണിൽ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പം അന്ന് എന്താണോ ഹസ്ബൻഡ് പറയുന്നത്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ശരികൾ മാത്രമാണ് ശരി. അതിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഗ്രോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എംപവർ ചെയ്യുന്നോ ലിബറേറ്റ് ചെയ്യണമെന്നോ എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് അടിച്ചമർത്തിയാലും അക്സെപ്റ്റബിൾ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാവരും എന്താണ് എൻ്റെ വാല്യൂ, എന്താണ് ഞാൻ എവിടെ എത്തണം, ഞാൻ എന്താവണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മോർ കൺസേൺഡ് ആണ്, മോർ ക്ലാരിറ്റി ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, ഇത് അക്സെപ്റ്റബിൾ അല്ല അല്ലെങ്കിൽ ഇതിൽ മാറ്റം വരണം എന്നുള്ള നല്ല ചർച്ചകളും നല്ല അവയർനെസ്സും നല്ല മാറ്റങ്ങളിലേക്കൊക്കെ നമ്മൾ എത്താൻ കാരണം. സോ താങ്ക് യു. അപ്പോൾ രണ്ടുപേർക്ക് ഒരുപാട്, എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ ഒരു ടോപ്പിക് ആയിരുന്നു. കാരണം ഇത്രയും കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു, അവർക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.